വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സഹോദരികളും മക്കളും രക്ഷിതാക്കളും ബന്ധുക്കളും ഇടവകജനങ്ങളുമായിട്ടുള്ള ഏവരും ഭൗമിക ജീവിതം അവസാനിപ്പിച്ചിട്ട് നിത്യമായ ജീവിതത്തിലുള്ള യാത്രയിലേക്കായിരിക്കുകയാണ് ഈ പ്രിയപ്പെട്ട ഞങ്ങൾക്ക് ഏറ്റവും ബഹുമാനമുള്ളതായ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും ഈ ലോക ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നല്ല ദാനങ്ങളെ യഥാവിധി ഉപയോഗിക്കുകയും ചെയ്ത് തനിക്ക് അനുവദിച്ചിരിക്കുന്ന ജീവിതകാലം പൂർത്തിയാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുമ്പോൾ ആ ജീവിതത്തിൽ നിത്യതയുണ്ടെന്ന് അതുതന്നെ തെളിയിക്കുന്നു. മഹാകവി ടാഗോർ പറഞ്ഞിരിക്കുന്നു, ഞാൻ എൻ്റെ കാവ്യം കൊണ്ട് ദൈവത്തെ കാണുകയും കുന്ന് അതിൽ നിന്ന് ഒഴുകി വരുന്ന നദികളിലൂടെ സമുദ്രത്തെ ആലിംഗനം ചെയ്ത് സാഫല്യം അടയുന്നത് പോലെ ദൈവത്തിൽ സാഫല്യമടയുകയും ചെയ്യും. ഉദ്ദേശിക്കുന്ന ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കാവ്യ ജീവിതമാണ് തൻ്റെ ജീവിതത്തിൻ്റെ വിജയവും തനിക്ക് കാഴ്ചവെക്കാനായിട്ട് സമൂഹത്തിനും ദൈവത്തിന് മുമ്പാകെയുള്ള വലിയ സമ്മാനം. ഇതുപോലെ ഈ അച്ചായൻ തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കാഴ്ചവെക്കത്തക്ക രീതിയിൽ ശ്രേഷ്ഠതരമായ രണ്ട് സംഗതികളാണ് അദ്ദേഹം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ജീവിത സാഫല്യം അടയുന്നതിന് ഇടയായത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം വളരെ ശ്രേഷ്ഠകരമായ ഒരു ഔദ്യോഗിക ജീവിതം ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നിർവഹിച്ച് വലിയൊരു സേവനം നിർവഹിച്ചു. അത് ദൈവമുമ്പാകെ ഏറ്റവും വലിയ സാക്ഷാത്കാരവും കാണിക്കുകയുമാണ്. അതോടൊപ്പം തന്നെ നല്ല ഒരു കുടുംബജീവിതം, മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൊച്ചുമക്കളുടെ മക്കളും ഒക്കെയായിട്ട് ഒരു വലിയ തലമുറയെ കാണുന്നതിനും പരിലാളിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനും അതിൽ സന്തോഷിക്കുന്നതിനും ഇടയായ ഒരു സൗഭാഗ്യമാണ്. ലോകത്തിൻ്റെ ജീവിതം കുടുംബ ജീവിതത്തിലുള്ള ശ്രേഷ്ഠതകളുണ്ട്. ഔദ്യോഗിക ജീവിതം തൻ്റെ ജീവിത പ്രവർത്തനത്തിൻ്റെ മേഖലയിലൂടെ സാഫല്യമടയുന്ന ഒരു സാക്ഷാത്കാരമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റായിട്ട് കാണാം. ഈ ലോകത്ത് നമ്മെ ഇങ്ങോട്ട് വിട്ടപ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ധർമ്മം, നമ്മളായിരിക്കുന്ന ആ സ്ഥാനങ്ങളിൽ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞു. അവിടെ ഏതെങ്കിലും ബ്ലാക്ക് മാർക്കുകൾ ഉണ്ടാകാതെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു. ആ ജീവിതം ഇറ്റ് ഈസ് എ സക്സസ്. അതുപോലെ കുടുംബത്തെ അതോടൊപ്പം തന്നെ ദൈവം ഒരു വലിയ സുവിശേഷ ദൗത്യമാണ്. തൻ്റെ കുടുംബത്തെ പരീക്ഷിക്കുക, മക്കളെ വളർത്തുക, അവരെ സംരക്ഷിക്കുക, അവരുടെ തലമുറയെ നിലനിർത്താൻ ആവശ്യമായ എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും ക്രമീകരിക്കുക. ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ കൊണ്ട് സമൂഹത്തിൽ തന്നെ മാതൃകയായി ആദർശമായി ജീവിക്കുവാൻ സാധിച്ചു. ഈ രണ്ട് കാരണങ്ങളാൽ ദിവ്യമായ ഒരു സമ്മാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ സമൂഹത്തിന്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ അദ്ദേഹമായിട്ട് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പള്ളിയുടെ നിർമ്മാണ കാര്യങ്ങളിൽ പോലും അതിൻ്റെ എഞ്ചിനീയർ അഡ്വൈസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പള്ളിയുമായിട്ട് ദൈവവുമായിട്ട് ഒക്കെ ബന്ധമുണ്ട്. അങ്ങനെയുള്ള സർവീസുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തനിക്ക് ലഭിച്ച പ്രതിഭ ഉചിതമാവണ്ണം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതെല്ലാം തെളിയിക്കുന്നു. അതെല്ലാം ഈ തലമുറകൾക്ക് ആശ്വാസമായിട്ട് സന്തോഷമായിട്ട് ഈ വാർദ്ധക്യ അവസ്ഥയിൽ ക്ഷീണിതനായി ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുമ്പോഴും ഈ സൗഭാഗ്യങ്ങളെല്ലാം വലിയ കാണിക്കയായിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുവാനും അതിനെക്കുറിച്ച് ദൈവം സന്തോഷിക്കുവാനും സാധിക്കും. അതുകൊണ്ട് ഈ ആത്മാവിനെ കുറിച്ച് ദൈവം സ്വർഗത്തിൽ സന്തോഷിക്കും. ആ സൗഭാഗ്യ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾക്കെല്ലാം എല്ലാവിധമായ ആശ്വാസവും ദൈവം തരട്ടെ. ധൈര്യമേറിയ ഒരു പ്രത്യാശ
ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഞങ്ങളുടെ അപ്പച്ചൻ പോയിരിക്കുന്നുള്ള പ്രത്യാശ ഈ തലമുറകൾക്ക്, മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് എല്ലാം ലഭിക്കുന്നതിന് ദൈവം ഇടയാകട്ടെ. ദൂരെയും ചാരയുമുള്ള ആ സന്തതി പരമ്പരകളെല്ലാം ദൈവത്തിൽ സന്തോഷിക്കുകയും ഈ വേർപാടുകളുടെ ആത്മാവ് ഞരങ്ങുകയും വേദനിക്കുകയും ചെയ്യുന്നു. ഈ കൊച്ചുമോളായ ആശാമോളുടെ ഫാദറിലാണ് ഞാൻ. ആ മകള് ഈ വിവരം ആദ്യമായിട്ട് അമേരിക്കയിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചറിയിച്ചു. അപ്പോഴേ ആ സങ്കടത്തോടുകൂടി ആ പറയുന്ന കാര്യം അപ്പച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ വേദനിപ്പിക്കുന്നതായിരുന്നു. അകലെയായിരുന്നാൽ സമാധാനത്തോടെ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്തോഷം ഈ പിതാവിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണിക്കുകയായിട്ട് ലഭിക്കും. എല്ലാവരുടെ ആശീർവാദങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ആത്മാവ് ദൈവസന്നിധി വിശ്രമിക്കുന്നതിന് സംഗതിയാകട്ടെ. നമ്മെ സ്നേഹിച്ച് നമ്മോട് വൈകാരികമായി സംസാരിച്ച് നമ്മോട് ഇടപെട്ട് ദൈവം വിളിച്ച് മാത്രയും ഈ ഭൂമുഖത്തു നിന്ന് യാത്രയാക്കപ്പെട്ടിരിക്കുന്ന ഈ പിതാവിനെ യാത്രയപ്പാറ്റത്തോട് കടന്നു വന്നിരിക്കുന്ന എപ്പപ്പെട്ടവരും സ്നേഹത്തിൻ്റെ പര്യായമായി നടന്നിരുന്ന ഈ പിതാവിൻ്റെ മത്സര്യം അനുഭവിക്കാത്തപ്പോൾ ഇടയായിട്ടുള്ള കുടുംബാംഗങ്ങളായ എപ്പപ്പെട്ടവരും 112 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ മാത്രം ഒന്ന് പറയുവാനായിരിക്കും. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പന ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരാണ്. അവൻ്റെ സന്തതി ഭൂമിയിൽ വരപ്പെട്ടിരിക്കുന്നു. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ ഭവനത്തിൽ ഉണ്ടാകും. ഇതൊരു ജീവിത സാക്ഷ്യം. ഈ പിതാവ് നമ്മെ ഫലമേൽപ്പിച്ചു പോകുന്ന തലമുറയ്ക്ക് പറയുവാൻ സാധ്യമാകുന്ന ഒരു വലിയ സാക്ഷ്യം. യഹോവയെ ഭയപ്പെട്ടു, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം ഏൽപ്പിച്ച കാലത്ത് വേണ്ടവണ്ണം പ്രയോഗിക്കുകയും ചെയ്യുവാൻ സാധിച്ചു. ദൈവം എല്ലാവർക്കും തുല്യമായി കാലം കൊടുക്കുന്ന ദൈവമല്ല, മറിച്ച് അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് നൽകുന്ന ദൈവമാണ്. ആ പ്രാപ്തിക്കനുസരിച്ച് നൽകിയ കാലത്ത് ഔദ്യോഗിക തലത്തിൻ്റെ കുടുംബജീവിതത്തിൽ എവിടെയായാലും സഭാതലത്തിലായാലും അത് വേണ്ടവണ്ണം വിനിയോഗിച്ച് ദൈവം വിളിച്ച് മാത്രമേ കടന്നു വന്നിരിക്കുന്നു. ആ ഐശ്വര്യവും സമ്പത്തും നന്മയും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്ത തൃപ്തിയോടെ, നന്മ കണ്ട് തൃപ്തിയോടെ യാത്രയാകുന്ന ഈ പിതാവിന് എല്ലാ യാത്രാമങ്ങളും ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. ഈ പിതാവിൻ്റെ മകളെ എൻ്റെ പൊതു സഹോദരൻ്റെ പുത്രനായ അജിത്താണ് വിവാഹം കഴിച്ചത്. ആ നിലയിൽ ആ കുടുംബത്തിൻ്റെ പേരിലുള്ളതായ എല്ലാവിധമായ അനീശ്വരങ്ങളും ഇപ്പങ്ങളുടെ പരദീസായി കടന്നിരിക്കുമ്പോൾ പോകുവാൻ ഞാൻ നിന്നെ അറിയുന്നതിനുള്ള കഠിനമായ ശബ്ദമല്ല, മറിച്ച് നിന്നെ ഏൽപ്പിച്ച താലന്തുകൾ വേണ്ടവണ്ണം ത്രയപുത്രന്റെ പുത്രദാസനുള്ള ഇമ്പകരമായ ശബ്ദങ്ങൾ നീ അകത്ത് പ്രവേശിച്ച് ലങ്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിനുള്ള ഇമ്പകരമായ ശബ്ദങ്ങളുണ്ട്. ഈ പിതാവിനെ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കും. നമുക്കെല്ലാവർക്കും പിരിഞ്ഞു പോകാം. വേദന സ്നേഹം അനുഭവിച്ചവർക്ക് വേർപാടിൻ്റെ വേദന ആനുഭവിക്കുന്നതാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകുമെന്ന് സാക്ഷിക്കാണെപ്പോഴും വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്ന പുത്രദാസിയെ മക്കളെ എല്ലാം ദൈവം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവിധമായ യാത്രാമംഗളങ്ങളും ആശ്വാസങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം തമ്മിൽ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു നാൾ ഞാൻ നിങ്ങളും മാറ്റപ്പെടുമെന്നൊന്നും സാധ്യമില്ല. അതുപോലെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മയും സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം തമ്മിൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ആമേൻ. ഇപ്പോൾ വലിയ വീട്ടിൽ കുടുംബയോഗത്തെ പ്രതികരിച്ച് ഇപ്പോഴത്തെ രക്ഷാധികാരിയായ കോട്ടപ്പുറത്ത് ഇപ്പോൾ അനുശോചനം അറിയിച്ച ഒരു സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദുഃഖത്തിലായിരിക്കുന്ന മാതൃകയെ ഞാനിവിടെ നൽകുന്നത് എൻ്റെ വീട്ടിൽ കുടുംബത്തിൽ
പ്രതിനിധിയായിട്ടാണ് പള്ളിവീട്ടിൽ കുടുംബത്തിലെ വല്ലൂർ ഭവനത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഇന്ന് ഞങ്ങളെ വിട്ടുപോയിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ പറ്റി സംസാരിക്കുമ്പോൾ അച്ഛന് എന്നെക്കാട്ടിലും 3 വയസ്സ് കുറവുള്ളതാണ്. ഞാൻ കുടുംബയോഗത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ എന്നോടൊപ്പം കുടുംബയോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ആളാണ് അച്ഛനെ. അച്ഛനെ പറ്റി നല്ല വാക്കല്ലാതെ വേറെ ഒന്നും പറയാൻ പാടില്ല. ഔദ്യോഗിക ജീവിതത്തിൽ സത്യസന്ധമായിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ തനിക്ക് ന്യായമായിട്ട് കിട്ടാവുന്ന സ്വഭാവിച്ച് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു മാതൃകാ ഉദ്യോഗസ്ഥനായിരിക്കും അച്ഛൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് സത്യസന്ധത. വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് ഒരിക്കലും മാറുന്ന സ്വഭാവമില്ല. എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ട് കുടുംബയോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച വ്യക്തിയാണ് അച്ഛൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും മാതൃകാപരമായ ജീവിതമായിരുന്നു. നമുക്ക് എല്ലാവർക്കും പിന്തുടരാവുന്ന ഒരു ജീവിതമായിരുന്നു അമ്മിണി. എൻ്റെ വൈഫിൻ്റെ കൂടെ ഒരേ ക്ലാസ് അമ്മിണിക്ക് ഇതുപോലെ ഒഴിഞ്ഞ കഥ പറയാം. അനുഭവമാണ്. രണ്ടുപേരും ഒരേ വിശ്വാസത്തിലും ഒരേ അഭിപ്രായത്തിലും ജീവിച്ചിരുന്നവരാണ്. മക്കളെ ദൈവഭയത്തിലും ദൈവവിശ്വാസത്തിലും വളർത്തിക്കൊണ്ട് വരുന്നതിന് രണ്ടുപേരും ഒരുപോലെ പരിശ്രമിക്കുന്നു. ഇവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തിനെപ്പറ്റി പറയുന്നത് ഞാൻ നല്ല ഓർമ്മ ഓർമ്മ നിമിത്തം വിശ്വാസം ആകും. നീതിയുടെ ദൈവസന്നിധിയിലേക്ക് ദൈവം എടുത്തിരിക്കുക. വലിയ വീട്ടിൽ കുടുംബയോഗത്തിൽ ആത്മാർത്ഥമായ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർവാഹത്തിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടവകയെ പ്രതിനിധിച്ചു ഇടവക സെക്രട്ടറി ദുഃഖത്തിൽ ഇരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 50 വർഷക്കാലത്തിലധികം ചെറുകോൽ മാർത്തോമ ഇടവകയുടെ ചരിത്രം പരിശോധിച്ചാൽ വളരെ ശക്തമായ സാന്നിധ്യമായി ഇടവകയുടെ റെക്കോർഡുകളിൽ, മിനിറ്റ്സിൽ, റിപ്പോർട്ടുകളിലൊക്കെ സ്ഥാനം പിടിക്കുന്ന വ്യക്തിമുദ്ര പതിപ്പിച്ച VI മാത്യു സാറിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അനുശോചന സന്ദേശം നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് എനിക്ക് ലഭിച്ചത് വളരെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം ഇത്രയും ഇടവകയെ സ്നേഹിച്ച, ഇടവകയെ കരുതിയ, ഇടവകയ്ക്ക് വേണ്ടി നിലകൊണ്ട
ഒരു മഹത് വ്യക്തിത്വമായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ വി.ഐ. മാത്യു. വളരെ വർഷങ്ങൾക്ക് മുൻപ് പണി കഴിപ്പിച്ച സെന്റിനറി ഹാളിന്റെ നിർമ്മാണ കമ്മിറ്റി മുതലെടുക്കുമ്പോൾ അവിടെ എല്ലാം പ്രഥമ സ്ഥാനത്ത് ശ്രീ വി.ഐ. മാത്യു എന്ന പേരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടവകയുടെ പാഴ്സനേജ് നിർമ്മാണം, ഇടവകയുടെ പള്ളിക്കെട്ടിടം പുതുക്കിപ്പണിയൽ, ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു. അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടി വളരെ നിസ്വാർത്ഥമായി ഇടവകയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത വ്യക്തിയായിരുന്നു ശ്രീ വി.ഐ. മാത്യു. അതിനു മുമ്പ് പഴയ പള്ളിക്കെട്ടിടം 2 വശങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്ലാൻ ഇടവകയിൽ അവതരിപ്പിച്ചതും അത് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞ 50 വർഷക്കാലത്തെ ചരിത്രമെടുക്കുമ്പോൾ വളരെ നിസ്തുലമായ ഒരു സ്ഥാനം, മറ്റാർക്കും ലഭ്യമല്ലാത്ത തരത്തിൽ ഒരു വൈദഗ്ധ്യത്തിന്റെ സ്ഥാനം, ഒരു എഞ്ചിനീയർ എന്ന നിലയിലും ഇടവകയിലെ ശക്തമായ സാന്നിധ്യം, ആത്മീയ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം അദ്ദേഹം പ്രഥമ ഗണനീയനായി. വി.ഐ. മാത്യു സാർ 1980-കളിലും 90-കളിലും ഇടവകയുടെ ട്രസ്റ്റിയായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇടവകയിലെ വിവിധ കമ്മിറ്റികളിൽ, വിവിധ ആത്മീയ പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ ശക്തമായി. ഇന്ന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് വളരെ മാർഗനിർദ്ദേശം നൽകി തന്ന, നമുക്ക് വഴി പറഞ്ഞു തന്ന, നമുക്ക് ഉപദേശം നൽകി തന്ന, നമുക്ക് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം പകർന്നു തന്ന ഒരു വലിയ സാന്നിധ്യമാണ് നഷ്ടമാകുന്നത്. എങ്കിൽ പോലും നമുക്ക് അഭിമാനിക്കാൻ നിരവധി കാര്യങ്ങളുണ്ട്. 10,000-കണക്കിന്, ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുറിവുണക്കുന്നതിന്, ആതുര സേവനം ചെയ്യുന്നതിന്, ചികിത്സിക്കുന്നതിന്, അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ സുനിൽ മാത്യുവിന്റെ ശുശ്രൂഷകൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയും. മധ്യ തിരുവിതാംകൂറിലെ വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ്. അത് ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ വളരെ ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ഡോക്ടർ ജാനകി മാത്യു വളരെ നിസ്വാർത്ഥമായി ശുശ്രൂഷ ചെയ്തു വരുന്നു. അടുത്ത കാലത്ത് വരെ ഇടവകയിലെ അദ്ദേഹം പ്രേയർ ചെയ്യുന്നതിന് മുമ്പ് വരെ ഇടവകയിലെ ഡോക്ടർ സുനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ക്ലിനിക്ക് പ്രവർത്തിച്ചു. ഇപ്പോൾ കുറെ കാലമായിട്ട് അത് പ്രവർത്തിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അനിൽ മാത്യു, അദ്ദേഹം വളരെ വൈദഗ്ധ്യമുള്ള, ടെക്നിക്കലി സ്കിൽഡ് ആൻഡ് പ്രൊഫഷണലി ക്വാളിഫൈഡ് എഞ്ചിനീയറാണ്. വളരെ കൃത്യമായി ഇടവക ശുശ്രൂഷകളിലെ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം യുവജന സംഘത്തിന്റെ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ ഔദ്യോഗിക തലത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നെങ്കിലും അവിടെയും ക്രൈസ്തവ സാക്ഷ്യത്തിനുടമയായി നിലകൊള്ളുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ക്രൈസ്തവ സാക്ഷ്യമുള്ള ഒരു വനിതയാണ് അശോക് മാത്യു. ഇടവകയിലെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്ന ആളാണ്. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്നു. ഇപ്പോഴും ഇടവകയെ സ്നേഹിക്കുകയും ഇടവകയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അശോകിന്റെ പ്രവർത്തനങ്ങൾ എന്നും സ്മരണീയമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജു, പ്രകാശ് മാത്യു വിദേശത്ത് ജോലി ചെയ്തു വരികയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ലീല, ഇവരുടെ എല്ലാം സുദീർഘമായ സേവനത്തെ സ്മരിക്കുന്നു. മകൾ പ്രീതി, മകളുടെ ഭർത്താവ് അജിത്, ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീമതി അന്നമ്മ മാത്യു ചെറുകോൽ മാർത്തോമ ഇടവകയിലെ മണ്ഡല പ്രതിനിധിയായി ഇടവകയുടെ ആത്മീയ പ്രവർത്തനങ്ങളിൽ മികവുറ്റ ശുശ്രൂഷകൾ കാഴ്ചവെക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. ഭൗമിക ജീവിതത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയാക്കി കർത്തൃ സന്നിധിയിലേക്ക് വലിക്കപ്പെട്ട
കുടുംബാംഗങ്ങളെ ദൈവം ദിവ്യമായ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ ആദരസൂചകമായി ഇടവക ട്രസ്റ്റി ശ്രീ കുര്യൻ ജി മാത്യു ഭൗതിക ശരീരത്തിൽ ദൈവത്തെ സമർപ്പിക്കും. വളരെ മാതൃസ്ഥാനെ കുറിച്ചുള്ള ഒരു അനുസ്മരണം Dear maidens, ushers, adults, elders, and friends, I'm Matthew. I'm the 11th grandchild of Upperton. On behalf of my Upperton's grandchildren, I represent to speak a little bit about him. Upperton was a great person and a faithful man. He had a great personality that touched everyone's heart. He had a lot of good qualities, including leadership skills. He was a great grandparent, and his love was so unconditional. And I would kiss him 10 times every single night when I would stay with him. He is with us for 86 years, and that is because of God's grace. He got the beloved chance from God to see all his sons and daughters and their children and their children's children before he passed away. And they were with him until the very end. Upperton was a loving grandfather and a fun person to be with. The most touching experience I had with Upperton was when I was moving from India to America 2 years back. When I was about to go into the car, I gave Upperton the most biggest hug ever, and he said to me that everything's okay and I'll see you later. From this day on, when Upperton has left me to go to paradise, I still have tears, but I always have a verse in my head, which is in John 11:25-26. Jesus said to her, I am the resurrection and the life. He who believes in me will live, even though he dies, and whoever lives in me will never die. Another verse in the Bible says, which I hope and pray, which is in 1 Thessalonians 4:16-17. For the Lord himself will come down from heaven with a loud command, with the voice of an archangel, and with the trumpet call of God, and in the dead of Christ will rise first. We will dearly miss my Upperton, but I will see him in the clouds. Thank you. പിതാവേ, നമ്മുടെ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുനിൽ സാർ, പ്രിയപ്പെട്ട മാതാവ്, സഹോദരി സഹോദരികളെ, ഞങ്ങളിവിടെ ഈ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് പ്രിയപ്പെട്ട സുനിൽ മാത്യു സാറുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. ഞങ്ങളുടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം ഏറ്റവും സുദീർഘമായ ഒരു സേവനം അനുഷ്ഠിക്കുന്നതിലൂടെ ആ ഒരു ബന്ധമാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ദേവാലയത്തിലേക്ക് ആനയിച്ചത്. കുറേ ദിവസങ്ങളായിട്ട് പുഷ്പഗിരി ആശുപത്രിയിൽ ഈ പിതാവ് രോഗബാധിതനായിട്ട് കിടക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ പിതാവിൻ്റെ ജീവിതം നമുക്കൊരോരുത്തർക്കും ഒത്തിരി പ്രചോദനം നൽകുന്ന